കേരളത്തിലെ വോട്ടർ പട്ടികയിൽ തീവ്ര പരിശോധന നടത്തുന്നതിനെതിരെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഇ.ടി. മുഹമ്മദ് ബഷീർ MP മീഡിയ വണിനോട് പറഞ്ഞു. രാജ്യവ്യാപക സമരം ആസൂത്രണം ചെയ്യാനായി ഇന്ത്യ സഖ്യം യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബീഹാറിന് പിന്നാലെ ബംഗാൾ, അസം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിശോധനയ്ക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറെടുക്കുന്നത്. പ്രാദേശിക വൈര്യങ്ങൾ മാറ്റിവെച്ച് ബീഹാർ മോഡലിനെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ഇന്ത്യ അലയൻസ് തന്നെ CPM ലീഗിൻ്റെ വ്യത്യാസമല്ലല്ലോ അത്. തീർച്ചയായിട്ടും കൂടി യോജിച്ചുകൊണ്ട് തന്നെയാണല്ലോ പ്രക്ഷോഭങ്ങൾ നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്, എല്ലാവരും ഈ കാര്യത്തിൽ യോജിച്ച് നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭം ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു ഡിവൈഡും ഉണ്ടാവും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ച സംഭവിച്ചത് പ്രത്യേകം പരിശോധിക്കണം. എന്നാൽ SIR വിരുദ്ധ സമരവും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയും കൂട്ടിക്കുഴക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. രണ്ടും തമ്മിൽ ആരോഗ്യം ഉണ്ടാവില്ല. ഇതൊരു പൊതു തത്വമാണ്, രാജ്യത്തെ ബാധിക്കുന്ന മൗലികമായ പ്രശ്നമാണ്, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ ചോർച്ച എങ്ങനെ വന്നു എന്നത് എക്സാമിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളത് ഒന്നുമില്ലാതെ നിസ്സാരമാക്കുന്നില്ല. നടപടിക്രമങ്ങളും മുന്നൊരുക്കങ്ങളും ഈ മാസം 30-ന് മുമ്പ് പൂർത്തിയാക്കാനാണ് സംസ്ഥാന കമ്മീഷണർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഒക്ടോബറിൽ പരിശോധന ആരംഭിക്കാനും ജനുവരിയിൽ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനുമാണ് പ്രാഥമിക തീരുമാനം. 2002-ന് ശേഷം ജനിച്ചവർ അടക്കം രേഖകൾ ഹാജരാക്കി പുതിയ വോട്ടർ പട്ടികയിൽ ഇടം കണ്ടെത്തേണ്ടി വരും. മീഡിയ 1, ഡൽഹി.